രഞ്ജി ട്രോഫി പുതിയ സീസണിന് ഒരുങ്ങുകയാണ് കേരള ടീം. കഴിഞ്ഞ തവണ ഫൈനൽ കളിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് കേരള താരം സൽമാൻ നിസാറും പരിശീലകൻ അമേയ് ഖുറേസിയയും. നിലവിലിപ്പോൾ കേരള ടീം നേരത്തെ തന്നെ പരിശീലനം തുടങ്ങി. തിരുവനന്തപുരത്താണ് ആദ്യഘട്ട ഫിറ്റ്നസ് ക്യാമ്പും ട്രെയിനിങ്ങും. സഞ്ജു സാംസണും ജലസക്സനും ഉൾപ്പെടെ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കും. മുഖ്യ പരിശീലകൻ അമേയ് ഖുറേസിയുടെ കീഴിലാണ് പരിശീലനം. ഈ സീസണിലും മികച്ച പ്രകടനം നടത്തുമെന്നും അതിനായി കളിക്കാരുടെ ശാരീരികക്ഷമത നിലനിർത്തുന്നതിലടക്കം പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി വിനോദ് എസ് കുമാർ പറഞ്ഞു. ഈ സീസണിൽ കിരീടത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് കോച്ച് അമേയ് ഖുറേസിയ വ്യക്തമാക്കി. ആദിത്യ സർവാദെ ഈ സീസണിൽ കേരളത്തിനൊപ്പമില്ല. പകരം ഒരു ഇടംകൈ സ്പിന്നറെ അതിഥി താരമായി ഉൾപ്പെടുത്തും. സഞ്ജു സാംസൺ ഇത്തവണ കേരളത്തിനായി കളിക്കുമെന്നാണ് കോച്ചിന്റെ പ്രതീക്ഷ. രാജ്യത്തും പുറത്തുമായി കൂടുതൽ സൗഹൃദ മത്സരങ്ങൾ കളിക്കാനാണ് പദ്ധതി. ചില പരിശീലന മത്സരങ്ങൾ കാശ്മീരിൽ നടക്കും. അടുത്തിടെ ഒമാൻ ദേശീയ ടീമിനോട് കേരളം സൗഹൃദ മത്സരം കളിച്ചിരുന്നു. കഴിഞ്ഞ സീസണിൽ റണ്ണറപ്പ് ആയെങ്കിലും മുൻനിര ബാറ്റർമാർ തിളങ്ങാത്തതായിരുന്നു പോരായ്മ. ഇത്തവണ സഞ്ജുവിനെ കൂടി ടീമിൽ ഉൾപ്പെടുത്തുന്നതോടെ ടീം കരുത്തരാകും. രഞ്ജിയിൽ കരുത്തരായ സൗരാഷ്ട്ര, ചണ്ഡീഗഡ്, കർണാടക, മഹാരാഷ്ട്ര, പഞ്ചാബ്, ഗോവ എന്നീ ടീമുകൾ ഉൾപ്പെട്ട എലൈറ്റ് ഗ്രൂപ്പ് ബിയിലാണ് കേരളം. ആദ്യഘട്ടം ഒക്ടോബർ 15 മുതൽ നവംബർ 19 വരെയും നോക്കൌട്ട് മത്സരങ്ങൾ അടുത്ത വർഷം ഫെബ്രുവരി 6 മുതൽ 28 വരെയും നടക്കും. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.